ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അമ്മ പ്രസിഡന്റ് ശ്രീ മോഹൻലാൽ ലാലേട്ടൻ, ജനറൽ സെക്രട്ടറി സിദ്ദിഖ, വൈസ് പ്രസിഡന്റ് ജയൻ ചേട്ടൻ, ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ചേട്ടൻ, നമ്മുടെ ഇന്നത്തെ 2 ദിവസങ്ങളായി നടക്കാൻ പോകുന്ന വർക്ക്ഷോപ്പിൻ്റെ ഇൻസ്ട്രക്ടർ, നമ്മുടെ മെമ്പർ കൂടിയായ രചന നാരായണൻകുട്ടി, എത്തിച്ചേർന്നിട്ടുള്ള അമ്മ കുടുംബാംഗങ്ങൾ, മാധ്യമ സുഹൃത്തുക്കൾ, പങ്കെടുക്കാൻ സ്നേഹപൂർവ്വം എത്തിയിട്ടുള്ള ഏവർക്കും വിനീതമായ നമസ്കാരം, സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരമൊരു മുഹൂർത്തത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുമ്പോൾ. ഒരു ചെറിയ ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇത്രയും മനോഹരമായ ഒരു ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. അതിന് ഏറ്റവും കാരണക്കാരായിട്ടുള്ളത് കലയെ, നൃത്തത്തെ, അഭിനയത്തെ അത്രയധികം സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും തന്നെയാണ്. അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് അമ്മയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് തന്നെ പറയാം, അത്രയധികം റെസ്പോൺസുകളാണ് നമുക്ക് കിട്ടിയത്. അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്ത്, നമ്മൾ സംസാരിച്ച് ഇന്ററാക്ട് ചെയ്ത് വന്നിട്ടുള്ള ഏറ്റവും ക്രിസ്പായിട്ടുള്ള നമ്മുടെ കോർ ടീമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. 30-32 പേരോളം വരുന്ന ഒരു ടീമാണ് മുമ്പിലുള്ളത്. 2 ദിവസം അമ്മയുടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് നൃത്തവും അഭിനയത്തിൻ്റെ ചില നുറുങ്ങുവിദ്യകളും എല്ലാം ചേർന്നുള്ള ഓർമ്മയിലേക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന 2 ദിവസങ്ങളായിരിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. ഒരിക്കലും അമ്മയുടെ ഈ ഒരു കെട്ടിടം വിട്ട്, ഈ ഒരു വീട് വിട്ടിറങ്ങുമ്പോൾ നിങ്ങൾ നിരാശരായിട്ട് ഇറങ്ങില്ല എന്നും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉറപ്പ് നൽകുകയാണ്. സംസാരത്തിന് അധികമുള്ള സമയമല്ല എന്നുള്ളതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. 2 വാക്ക് നിങ്ങൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കാൻ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അമ്മ എന്ന് പറയുന്നത് മലയാള സിനിമയിലെ നടീനടന്മാരുടെ ഒരു സംഘടനയാണ്. അതിപ്പോൾ ഞങ്ങൾ ആ സംഘടന രൂപപ്പെട്ടിട്ട് ഏതാണ്ട് 30 വർഷത്തോളമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ അഭിനയിക്കുന്ന ആളുകൾ ചേർന്നിട്ട് പല പരിപാടികൾ നടത്താറുണ്ട്, പല ഷോസ് ചെയ്യാറുണ്ട്. പക്ഷേ പുതിയ കമ്മിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് നമുക്ക് പബ്ലിക്കിനെ കൂടെ ഇതിനകത്തൊരു പാർട്ടിസിപ്പേഷൻ കൊടുത്ത് പൊതുജനങ്ങൾക്ക് കൂടി, അവർക്കും കൂടി ഉപകാരപ്രദമാവുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നൊരാശയം ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വർക്ക്ഷോപ്സ് ആദ്യം ഒന്ന് തുടങ്ങി നോക്കാം. ആദ്യം ഞങ്ങളിങ്ങനെ ഇത് റെഗുലറായിട്ട് ഇത്തരം ക്ലാസ്സുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ അഭിനയം പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചപ്പോഴും നമ്മുടെ പരിമിതമായ സൗകര്യങ്ങൾ അതിന് ഉതകുന്നതല്ല. ഇപ്പം തന്നെ ഈ 30-ലോ അല്ലെങ്കിൽ 32-ലോ ഒതുക്കേണ്ടി വന്നത് ഞങ്ങളുടെ സ്ഥല സൗകര്യത്തിൻ്റെ കുറവുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചിന്തിച്ചത്, ഞങ്ങളിങ്ങനെ ഒരു ആശയം പങ്കുവെച്ചാൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്ത് റെസ്പോൺസ് ഉണ്ടാവും എന്നതിനെപ്പറ്റി ഞങ്ങൾക്കും ഒരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ വളരെ സപ്പോർട്ടീവായിട്ടാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. ഒരുപാട് കുട്ടികൾ ഇതിനു വേണ്ടി ശ്രമിച്ചു. അതിന് ആദ്യം രജിസ്റ്റർ ചെയ്ത 30 പേർക്കോ 32 പേർക്കോ ആണ് ഇപ്പോൾ ഇതിനകത്ത് അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണിച്ച ഈ സഹകരണവും സ്നേഹവും ഞങ്ങൾക്ക് ഇത് കുറെ കൂടെ വിപുലമായി ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട്. തീർച്ചയായും ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടി സ്ഥല സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഇത് കുറച്ചുകൂടി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു അഭിനയ കളരിയോ ഒക്കെ ചെയ്യണമെന്നാണ് നമ്മുടെ ആഗ്രഹം.
ഇങ്ങനൊരു ആശയം പങ്കുവച്ചപ്പോൾ തന്നെ ഞാനത് ചെയ്തോളാം, ഞാൻ ആദ്യം അതിൻ്റെ തുടക്കം കുറിക്കാമെന്ന് പറഞ്ഞ് മുന്നിട്ട് വന്നത് രചന നാരായണൻകുട്ടിയാണ്. അപ്പോൾ എൻ്റെ പ്രത്യേക അഭിനന്ദനം ഞാൻ രചനയെ അറിയിക്കട്ടെ. പിന്നീട് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിനൊരു ഒരുക്കങ്ങൾ എങ്ങനെ വേണം, ഇതിന് എന്തെല്ലാം സജ്ജീകരണങ്ങൾ വേണം എന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതിന് ചിലപ്പോൾ ചില വീഴ്ചകൾ ഉണ്ടായേക്കാം. എന്നാലും അമ്മയിലെ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങി ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി തയ്യാറായി നിൽക്കുകയാണെന്ന് പറഞ്ഞിട്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഒരു നടരാജ വിഗ്രഹം സെലക്ട് ചെയ്യാൻ തന്നെ ഏതാണ്ട് 4 ദിവസം എടുത്തു. ഒരു വിഗ്രഹത്തിനും ഇല്ല, ഇതിന് ഭംഗി പോരാ, ഇതിൻ്റെ വേറെ എന്തോ ഗ്രേസ് ഇല്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ അത്ര സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിച്ചിട്ടാണ് ഞങ്ങൾ അംഗങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾ ഇത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി വേണം പോകാൻ. നിങ്ങൾ ഒരു 2 ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും സൂക്ഷിച്ചു വെക്കാവുന്ന ഒരു ഓർമ്മയായിട്ട് വേണം പോകാൻ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അപ്പോൾ ഈ ചടങ്ങിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനമാണ് അടുത്ത ചടങ്ങ്. വളരെ തിരക്കുണ്ടായിട്ടും ബോംബെയിൽ നിന്നൊക്കെ നമ്മളിത് ആവശ്യപ്പെട്ട പ്രകാരം ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് ശ്രീ മോഹൻലാൽ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. കാരണം ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന, പബ്ലിക്കിനെ ഇൻവോൾവ് വെച്ചിട്ട് ആദ്യമായിട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് തന്നെ അദ്ദേഹം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചെന്നൈയിലേക്ക് പോകും. അപ്പോൾ കുറച്ച് സമയത്തേക്ക് വേണ്ടിയിട്ട് തിരക്ക് മാറ്റി വെച്ച് ഓടി വന്നതാണ് ഉദ്ഘാടന പ്രസംഗത്തിനായി. അതിനുശേഷം തിരുവോളത്തി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രീ മോഹൻലാലിനെ ആദരപൂർവ്വം ക്ഷണിച്ചു. നമസ്തേ, എല്ലാവർക്കും സന്തോഷകരമായൊരു ദിവസം നേരുന്നു. സിദ്ദിഖ് സംസാരിച്ചു, സലീം സംസാരിച്ചു. അമ്മ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഞങ്ങൾ അവകാശപ്പെടുന്നു പല കാര്യങ്ങളും അമ്മ ചെയ്യുന്നത് പലരും അറിയുന്നില്ല. പക്ഷെ അങ്ങനെ വലിയൊരു പബ്ലിസിറ്റി ഒന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. നമ്മുടെ അംഗങ്ങൾക്കിടയിൽ മാത്രമല്ല, പുറത്തും. അപ്പം അത്തരം കാര്യങ്ങൾ മാത്രമല്ല, നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആ രംഗത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ടുണ്ട്, നൃത്തമുണ്ട്, അഭിനയമുണ്ട്, ആക്ഷൻ രംഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളൊരു കാര്യമാണ്. ഒരുപാട് പുതിയ ആൾക്കാർക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് സിനിമ. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യാം എന്നാലോചിച്ചപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇതൊരു ഗേറ്റ് ക്രാഷാണ്, ഒരു കഥക് തള്ളി തുറക്കുന്ന ഒരു പ്രക്രിയയാണ്. അതിലൂടെ ഒരുപാട് വലിയ കാര്യങ്ങൾ, ഒരുപാട് പുതിയ മേഖലകളിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇത് തുടക്കത്തിൽ 2 ദിവസം തീർച്ചയായിട്ടും രചനയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാം. താങ്ക് യു രചന. ഞാൻ ചോദിച്ചപ്പോൾ ഇത് നൃത്തം മാത്രമല്ല, അഭിനയ രസങ്ങളാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അത്തരത്തിലുള്ള എക്സ്പ്രഷൻസാണ്. എക്സ്പ്രഷനിലൂടെയാണ് എല്ലാവരും കടന്നു പോകുന്നത്. ഒരു ദിവസം നമ്മൾ പലതരത്തിലുള്ള അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ നൃത്തം മാത്രമല്ല, അതിലുള്ള അഭിനയം. അങ്ങനെ 2 ദിവസത്തെ ക്ലാസ് നമ്മൾ തുടങ്ങാണ്. ഇതിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. നമ്മൾ സിദ്ദിഖ് പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ സിനിമയിൽ തന്നെ വലിയ നൃത്തത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത വലിയ വലിയ നർത്തകികളുണ്ട്. അതുപോലെ തന്നെ അഭിനയത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ വശങ്ങളിലൂടെ സഞ്ചരിച്ച നടന്മാരുണ്ട്. നമ്മുടെ ഭാഷയിൽ മാത്രമല്ല, പുറത്തും. അത്തരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള ചില വർക്ക്ഷോപ്പുകൾ നമുക്ക് നടത്താൻ സാധിക്കും. അതിൻ്റെ ഒരു തുടക്കമായിട്ടാണ് ഇതിനെ കാണുന്നത്. എന്തായാലും തുടക്കം ഗംഭീരമാകാൻ സഹായിച്ച എല്ലാവർക്കും ആകട്ടെ. അതിനുള്ള ഈശ്വരനും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. ഇതൊരു നല്ല കോസാണ്. ഇത് ഒരു സ്കൂളിലല്ല, ഇതൊരു ശരിക്കൊരു കുടുംബമായിട്ട് നിങ്ങളെല്ലാവരും ചേർന്ന് വർക്ക് ചെയ്യണം. ഇന്ന് ഇവിടെ നിന്ന് പോകുന്ന 32 പേരാണ് ഇതിനെ പ്രചാരകർ. അവർക്ക് അവരുടെ സുഹൃത്തുക്കളോട് സംസാരിക്കാം, എന്താണ് എക്സ്പീരിയൻസ് എന്ന് പറയാം. ഞങ്ങൾ എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. തീർച്ചയായിട്ടും ഇപ്പോൾ ശോഭന അല്ലെങ്കിൽ ഭാനുപ്രിയ, അങ്ങനെ ഒരുപാട് വലിയ വലിയ നർത്തകികളുണ്ട് നമുക്ക്. മഞ്ജു വാര്യർ, അതുപോലെ ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ സിദ്ദിഖ് പറയാൻ നമുക്ക് നസറുദ്ദീൻ ഷാ, അല്ലെങ്കിൽ അനുപം ഖേർ, അല്ലെങ്കിൽ തമിഴിൽ നിന്നുള്ള, അല്ലെങ്കിൽ കമലഹാസൻ, അങ്ങനെ അവരൊക്കെ വെച്ചിട്ടൊരു ചെറിയ ചെറിയ വർക്ക്ഷോപ്പുകൾ കാണിക്കാം, നല്ല നല്ല സിനിമകൾ കാണിക്കാം, അതിൻ്റെ ഡിബേറ്റുകൾ ഉണ്ടാക്കാം. എന്തായാലും ഒരു വലിയ കുടുംബമായിട്ട് മാറിക്കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. പക്ഷേ മറ്റുള്ള പബ്ലിക്കുമായിട്ട് ഇതിലേക്ക് കടന്നു വരാനും ഒരുപക്ഷെ ഇത്തരം ആൾക്കാർക്ക് പുതിയ സിനിമകളിലേക്കൊക്കെ സഞ്ചരിക്കാനുള്ള ഒരു പാത തുറക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണിത്. എല്ലാവരും കൂടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഈ ചെറിയ സംരംഭം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പറയുന്നു. ഇത് വലിയൊരു കാര്യമായി മാറാൻ എല്ലാവരും പ്രാർത്ഥിക്കുന്നു.